അല്ല നിങ്ങൾ എന്തിനപ്പോ ഈ മഞ്ഞക്കുപ്പായിട്ട് ഇങ്ങനെ നടക്കണ്ടേ? വലിയ കാര്യണ്ടാ? 2 കളികൾ തോറ്റ് 5 കപ്പുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് ആദ്യമായിട്ട് കപ്പ് കിട്ടിയല്ലേ? അതാണ്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ IPL എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം സാമ്രാജ്യം. അതില് ഞങ്ങളാണ് രാജാക്കന്മാര്. അതൊക്കെ കുറച്ച് ഓവറല്ലേ? എന്ത് ഞങ്ങളുടെ കിങ് 18 കൊല്ലം തേരാപാര നടന്ന് അവസാനം എല്ലാരും കൂടി ഒരു കപ്പ് എടുത്ത് കഴിക്കാൻ കൊണ്ടുപോയിക്കോളി. ഞാൻ പറഞ്ഞു ഞങ്ങൾ കളിച്ചു നേടിയതാണ്. കളിച്ചു നേടിയത് പട പൊരുതി ജയിച്ച് ഞങ്ങളെ കിങ് കോഹ്ലിക്കുള്ള കിരീടം ആണ് വെച്ചുകൊടുത്തത്. ഇനി ആ കിരീടം തരില്ല. ഞങ്ങൾ പണ്ട് 5 ഉണ്ടേനോ 10 ഉണ്ടേന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി അതില്ല. നിങ്ങളതിലാണ് സിംഹം പല്ല് കൊഴിഞ്ഞ് മൂലക്ക് ഇരുന്നേ. ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഒരു വരവ് വരാണ്ട് എന്ത് കാലിന്റെ മുട്ടാണ് ശരിയായി. നിങ്ങൾക്ക് കൊട്ടതിലും കിട്ടിയാ ഇന്ന് ഞങ്ങൾക്ക് ബാറ്റിംഗ് ഒന്നും ഒരു പ്രശ്നം അല്ലെങ്കിലും ഇല്ല. മൂപ്പര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ബാറ്റിംഗ് കഴിഞ്ഞ കളിയിൽ ആയുഷ് മാത്രന്റെ രൂപന്റെ ഒക്കെ അടിയാണ്. കഴിഞ്ഞ എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം മിഞ്ഞാന്ന് ഇങ്ങോട്ട് മുളച്ച മിഞ്ഞാന്നത്തെ മയക്ക് മുളച്ച തകര ചരിത്രവും പറയാണ്ടാവും. 18 കൊല്ലം കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി. 18 കൊല്ലം ഇങ്ങനത്തെ അപമാനം സഹിച്ച് 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 നിന്ന ടീമാണ്. ഞങ്ങൾക്ക് കിരീടം കിട്ടിയില്ലേ? ഞാൻ വിട്ടില്ല, ആർക്കും തരില്ല. ഇങ്ങനെ വാരി കൊണ്ടുപോയാ. അപ്പൊ അതൊന്നും പറഞ്ഞില്ല. വാരിയെന്നൊക്കെ വേറെ ചർച്ചകളുണ്ട്. ഒരു ചർച്ചയില്ല. അത് കിരീടമില്ലാത്തവർക്ക് ഓരോന്നും പറയേണ്ടി വരും. നിങ്ങളെ പണ്ടത്തെ മുതലാളി മുങ്ങിയൊക്കെ എന്തിനാന്ന് ഞങ്ങൾക്കും പറയേണ്ടി വരും. പിന്നെ ആ വർത്താനത്തിന് നിക്കണ്ട. നിങ്ങൾ പേരന്നെ ഇനി പഠിപ്പല്ലതാവോന്നും ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളെ അവസ്ഥ. അതുകൊണ്ട് അതൊന്നും ആവൂല. അത് മറ്റേ ചെങ്ങായിന്റെ മറ്റേ സാധനത്തിന്റെ പേരിട്ടല്ലേ അത് മാറ്റേണ്ടി വരും. ഇവിടുത്തെ ചർച്ച അതൊന്നുമില്ല. പിന്നെ വേറെ തോണ്ടി ഞങ്ങളുണ്ടാവും. അതാ പറഞ്ഞത്. വേറെ തോണ്ട പലതും ഞങ്ങളും മാന്തിടും. വെറുതെ അതിന് നിൽക്കാൻ ഞങ്ങൾ നാറും. അത്ര ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയും. അതാട്ടാ ഞങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ കളി 10-200 റണ്ണിന് മേലെ അടിച്ചോ. ആയുഷ് മാത്രം നിങ്ങൾ കണ്ടോ? ഞങ്ങള് ചേട്ടന്റെ ഫോം വേൾഡ് കപ്പിൽ എല്ലാരും കണ്ടാണല്ലോ. വേൾഡ് കപ്പ് 2 കളി കളിച്ചില്ലെങ്കിൽ നിന്ന് നോക്കി നിങ്ങളെ മറ്റേ ആയിക്കോട്ടെ കുട്ടികളെ എണ്ണം പഠിപ്പിച്ച ഇന്ന് നിങ്ങളെ പേര് കാണിച്ചരാ. ഇതാ പിന്നെ നമ്മളെ ഋതുരാജ്, പിന്നെ രൂപന്റെ അടി കഴിഞ്ഞാലും കണ്ടല്ലോ ഇല്ലേ? സർപ്പൂന്റെ അടി നിങ്ങൾ താങ്ങൂല. സർപ്പ് പണ്ട് നിങ്ങളടുത്ത് ഉണ്ടായി നമുക്കറിയാം. പക്ഷെ അന്ന് നിങ്ങൾക്ക് പറ്റൂലായിന്ന്. ഇപ്പൊ സർപ്പുവാ. പിന്നെ ഞങ്ങള് 10-15 കോടി കൊടുക്കുന്ന 2 കുട്ടികളുണ്ട്. അവര് ഏത് നിമിഷവും പോകുമ്പോ ഇതൊക്കെ പേപ്പറിലുള്ളൂ. നിങ്ങൾ ഇതുവരെ ഗ്രൗണ്ടിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല. റൺ അടിച്ചില്ല. കഴിഞ്ഞാൽ ബാറ്റിംഗിന്റെ കാര്യം ബാറ്റിംഗ് ഞങ്ങൾ ഇത് ഗ്രൗണ്ടിൽ കാണിച്ചാൽ ബോളിംഗിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇനി 500 റൺ എടുത്തിട്ടും കാര്യമില്ല. ഞങ്ങളെ ബോളിംഗ് 5 പൈസക്ക് ഒരു കാര്യം. അതൊക്കെ ഇന്ന് മാറും. കഴിഞ്ഞ കളി തല അവിടെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാണ്ട് അതിന്റെ തന്ത്രങ്ങളാണ് നമുക്കറിയുന്ന ടീം. പിന്നെന്താ കഴിഞ്ഞ കൊല്ലല്ല ഇപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് കപ്പെടുത്ത. അതിന്റെ മുമ്പ് ഇതേ ടീമൊക്കെ അവിടെ ഉണ്ടായിന്ന്. ഈ പട്ടീദാറും ഈ പഠിക്കലും അതിന്റെ ഇടക്ക് പറ്റായിട്ട് നിങ്ങള് രാജസ്ഥാനിക്ക് വിട്ടീന്ന്. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ്ങിന് വിട്ടതാണ്. കഴിഞ്ഞ കളിയിൽ ഡഫി ഭുവനേശ്വർ ഒക്കെ അല്ലേ? കാലം കഴിഞ്ഞ ഭുവനേശ്വറും പിന്നെ സുയാഷ് ശർമ്മന്റെ നിങ്ങളെ സഞ്ജു എളുപ്പം വീഴും. അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അത് സുയാഷ് ശർമ്മ സഞ്ജുനെ ഔട്ടാക്കി. എന്തേ സഞ്ജു ആരാന്നുള്ളത് നിങ്ങൾക്ക് ഒരു കളി. കഴിഞ്ഞ വേൾഡ് ആയിക്കോട്ടെ, അതാണ് സഞ്ജു. അത് രാജ്യത്തിന് വേണ്ടിയുള്ള കളി. ഇത് ആകെ പ്രഷറിലാണ്. നിങ്ങൾ ആ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ തന്നെ കഴിഞ്ഞു. ആ മഞ്ഞക്കളർ കാണുമ്പോ തന്നെ മൂപ്പര കണ്ടിൽ ഫുൾ മഞ്ഞളിച്ച്. പിന്നെ ബോള് കാണില്ല. സ്റ്റെമ്പ് പോകുന്നു, സ്റ്റെമ്പ് പോകുന്നു, കീപ്പർ ക്യാച്ച് പോകുന്നു. നിങ്ങൾ ഞങ്ങളെ ചെക്കനെ ഒഴിവാക്കണമെങ്കിൽ ഇന്ന് നിങ്ങളെ ഖേദിക്കും. ഒരു കിങ്ങും ഞങ്ങളെ ചേട്ടന്റെ മേലല്ല.